ഫോളോ അപ്പ് ചെയ്യാൻ 2 ആഴ്ച ലേറ്റ് ആയിട്ട് അവർ മറ്റൊരു കമ്പനിക്ക് വർക്ക് കൊടുത്ത കാര്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മാഡത്തിന്റെ കോൺടാക്ട് നമ്പർ ഞങ്ങൾക്ക് കിട്ടിയത്. ആ കോളിൽ അവിടുന്ന് ഞാനൊരു 7 മിനിറ്റ്സ് കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 7 മിനിറ്റ്സിന്റെ കുറച്ച് കട്ട്സ് ഞാനിവിടെ കൊടുക്കാം. ആണല്ലേ മാഡം, എന്തൊക്കെ ആക്ടിവിറ്റീസ് മാം ഏൽപ്പിച്ചേക്കുന്നത്? ഓക്കെ, ഞാൻ ഇപ്പോഴും മാമിന്റെ ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് നോക്കുമ്പോൾ 9 റിവ്യൂസ് ആവുള്ളത്. ഞാൻ മിസ് ചെയ്തത് വലിയൊരു നല്ല ക്ലയന്റിനെയാണെന്ന് ഫീൽ ചെയ്യും. നോ പ്രോബ്ലം, എന്തായാലും ഇത്രയും നേരം മാം സംസാരിച്ചല്ലോ. ഞാൻ എന്തായാലും മാമിന്റെ നമ്പർ സേവ് ചെയ്തേക്കാം. 3 മന്ത്സ് കഴിഞ്ഞ് ഞാൻ മാമിന് ഒരു ഫോളോ അപ്പ് തരാം. ഇനി അതല്ലെങ്കിൽ എൻ്റെ പേര് അജോ എന്നാണ്. എനി ടൈം മാമിന് ലീഡ്സ് ജനറേറ്റ് ചെയ്തു, ബട്ട് കൺവേർഷൻ ഇപ്പോഴും ഇല്ല എങ്കിൽ മാം ഉറപ്പായിട്ടും എൻ്റെ കോൺടാക്ട് നമ്പറിൽ ഒന്ന് വിളിച്ചോളൂ മാം. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു, ബൈ. ഇങ്ങനെയുള്ള ഒരു അപ്രോച്ചിനെ നമുക്ക് വേണമെങ്കിൽ കൺസൾട്ടേറ്റീവ് സെല്ലിംഗ് എന്ന് പറയാം. നമുക്ക് കിട്ടിയ സമയം കൊണ്ട് ക്ലയൻറ്റിൻ്റെ മനസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്നും നമ്മുടെ സർവീസ് എന്താണെന്നും ജസ്റ്റ് ഒന്ന് പ്രീ രജിസ്റ്റർ ചെയ്യിക്കാൻ കഴിഞ്ഞാൽ നാളെ അവർക്കൊരു ആവശ്യമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിലവിലെ സർവീസ് പ്രൊവൈഡറെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തോന്നുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം നമ്മുടെ ബ്രാൻഡിനെ എത്തിക്കാൻ മേ ബി ചിലപ്പം കഴിഞ്ഞേക്കാം.